കാപ്ര വന്നേ. ഹായ് ഹായ്. എടാ വണ്ടി കയറ്. ബി പോസിറ്റീവ്. ടൂർ പണിയിരിക്കല്ലേ? ടൂർ ഓക്കെ. ആശുപത്രിയോ? ഇവിടെയാണോ? അതെ. എന്താ ഇവിടെ? നീ വാ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഓക്കെ. എന്താ ഇവിടെ പരിപാടി? നീ വാ പറയാം. ഹേയ്, എന്തായി? സർജറിക്ക് കയറ്റി. ബ്ലഡ് വേണ്ടി വരുന്ന പറഞ്ഞേ. ആളെ കിട്ടിയോ? ആ എന്നാ വാ. ടോമേ, എന്റെ തല ചെറുതായിട്ട് കറങ്ങണ തോന്നുന്നുണ്ടാ. ഇനി ഓറഞ്ചാന്നേ. അതുകൊണ്ട നീ ബണ്ണ് കഴിക്കും. ബണ്ണ് എന്റെ പട്ടിക്ക് വേണം. ഇനി ഓറഞ്ചെന്നടാ. അത് തീർന്നു. പുറത്തെണ്ടി കയ്യും. നീ വലിയവനാടാ. ഒരു പരിചയമില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയല്ലേ നീ നിന്റെ ചോര കൊടുത്ത. ആ പെണ്ണിന്റെ പേരെന്താ പറഞ്ഞത്? ഇത് പേര് പേരാ ഷീലു. ഷീലു. അപ്പൊ ഈ ഷീലുവിന്റെ ശരീരത്തിൽ ഇനി എന്റെ ചോരയായിരിക്കും ഓടുന്നത്. പിന്നെ അപ്പൊ ഈ ഷീലുവിനെ അറിയാമോ അവക്ക് എന്റെ ചോര കൊടുത്തേക്കണത്? അത് രോഗി അറിയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാനിപ്പോ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ചോര കൊടുത്തേക്കണത്? എടാ, ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. പാടില്ലല്ലേ? അങ്ങനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എന്റെ നന്മ പോവല്ലേ അല്ലേ? എന്നാലും അവളത് കാണാൻ പറ്റൂടാ? കാണാൻ പറ്റില്ല. ഐസിയുല. ഈ ജ്യൂസ് കുടിച്ചിട്ട് പോക്കോളൂ. ഇപ്പൊ തലർക്കൊന്നുമില്ലല്ലോ. ഇല്ല സിസ്റ്റർ. ആ കൊച്ചിനെങ്ങനെയുണ്ട് സിസ്റ്ററെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലടാ. ടോം, ഷീസ് ഫൈൻ നോ. ആണോ? കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിന്റെ ബ്ലഡ് വേണ്ടി വരില്ല. അതൊന്നും ഒരു കുഴപ്പമില്ല. സോ മച്ച്. എന്തിന്? വിളിച്ചപ്പോ ടോം വന്നല്ലോ. അല്ലടാ ദിയ പോവാം. ടോം, ഞങ്ങളൊന്ന് ഹോസ്റ്റലിലേക്ക് പോവാ. അവളുടെ കുറച്ച് ഡ്രസ് എടുക്കാനുണ്ട്. ഓക്കെ ഞങ്ങൾ ഇറങ്ങാറേ. ഓക്കെ. എടാ, ഈ എടുത്ത ബ്ലഡ് തിരിച്ചു കിട്ടിയല്ല? അത് കുഴപ്പമില്ലടാ, നീ വാ. കുഴപ്പമില്ലേ? എടാ, എന്റെ ബ്ലഡ് അല്ല എടുത്ത്. Once again, thanks, Tom. It's okay. ഞാൻ ടോമിനെ വിളിച്ചോളാം. വിളിച്ചോളൂ. ഓക്കെ, ബൈ. 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 ഇപ്പൊ ചിക്കൻ മുഴുവൻ നിനക്ക് ബില്ലെനിക്കും 2 പ്ലേറ്റ് എടുത്തിട്ട് 10 രൂപ ഫ്രൂട്ട് തന്നിടും വേണ്ടികള്. അമ്മ അവിടെ മൂക്കിലൂടെ പഞ്ഞി. അവളെന്നെ വിളിക്കാന്ന് പറഞ്ഞു. നീ എന്നെ നമ്പർ കൊടുത്താ? ഇല്ല, നമ്പർ അറിയാം. നീ കൊടുക്കൂല. വണ്ടി എടുക്ക. ഏത് വണ്ടി? വണ്ടി ഇല്ലല്ലേ? വണ്ടി ഞാൻ പറയട്ടോ. ഓട്ടോക്ക് പോ. പൊട്ടംകളി. നിനക്കെന്താണ് 2 ദിവസമായിട്ട് ഉഷാറില്ലാത്ത? എന്താ? ഒന്നുമില്ല. ബസ്സിലൊന്നും ഇപ്പൊ ആർക്കും ഇഷ്ടല്ല. ആർക്ക്? അല്ല, ഞാൻ പൊതുവെ പറഞ്ഞ. പിന്നെ സഞ്ജയദത്തിന് സൽമാൻ ഖാൻ ഒന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. അതാ ഇവിടെ ദുൽഖറിനും ഫാദറിനും മസിലുണ്ടായിട്ടാ. അവർക്ക് അഭിനയിക്കാൻ അറിയാം. അതിനെ ചവിട്ടി കൂടി. അതെ, വേഗം റെഡിയാവും. എന്നെ സ്റ്റേഡിയത്തിൽ കൊണ്ടുപോയിടണം. പെയിന്റിംഗ് കോമ്പറ്റീഷൻ പോകാം. പെയിന്റിംഗ് കോമ്പറ്റീഷൻ? നീയാ? ഇവനെ ഒന്ന് കൊണ്ടാക്കണേ. ഓട്ടോക്കാരൻ വരില്ല എന്ന് പറഞ്ഞു. എന്റെ ഗ്രേസി, ഞാനിങ്ങനെ ചോരത്തിളപ്പ് നിൽക്കുമ്പോ ഇതുപോലെ എന്റെ മുമ്പ് വന്ന് നിൽക്കരുതെന്ന് പലതവണ പറഞ്ഞിട്ടില്ലേ? ശരിക്കും വരാം. എന്ത് പെയിന്റിംഗ് ആടാ? നീ
തിരിച്ചെങ്ങനെ പോവും? ഞാൻ അപ്പനെ വിളിച്ചോളാം. ചേട്ടാ പൊക്കോ, ഇതിലേ പൊക്കോ, വേഗം പൊക്കോ. ഹായ് വിഭ. ഹായ് അങ്കിൾ. ആ ഓഹോ, മോള് വരയ്ക്കുന്ന ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഓക്കെ ബൈ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക്സ്. ഒറ്റക്ക് വന്നാ മതിയായിരുന്നു. എനിക്ക് ഇതും പോയി പാട്ടാക്കും. വൃത്തിയായിട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഇതിന്റെ മോനെയും പോയി. താങ്ക് യു. ഗുഡ് ജോബ്. So nice. വെരി ഗുഡ്. വെരി ഗുഡ് ജോബ് ദിയ. നൈസ്. വെരി നൈസ്. വാട്ട്സ് യുവർ നെയിം? കർത്താവേ, മിന്നിച്ചേക്കണേ. ഇവനെ ആരെ ഇങ്ങോട്ട് കടത്തി വിട്ടെ? ശരിയാക്കി തരാം. This is so cute. പോയില്ലേ? ഹായ്. അല്ലല്ല, എന്റെ ബ്രദർ, അനിയൻ. He's very cute. വെറുതെ അല്ല പോകാത്തത്. 5 minutes. ഓക്കെ. കൊറേ നേരമായി വായി നോക്കി ഇരിക്കാൻ തുടങ്ങി. ടോമും അനിയനും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ദിയ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു 15 years. 15 years? He's so cute. എനിക്കിങ്ങനെ ഒരു അനിയനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ചേച്ചിയും. ആഹാ, യപ്പ്. സ്മാർട്ടാണല്ലോ. സ്മാർട്ടല്ല, കുറച്ച് ഓവറാ. ഏയ്, he's so cute. ദിയ ഞാൻ തന്നെ ഇവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. Why? തൻ്റെ ഈ ക്യാരക്ടറും ഈ പെയിന്റിങ്ങും. ഞാൻ സത്യം പറയട്ടെ, എനിക്ക് ഈ പെയിന്റിങ്ങിനെ കുറിച്ച് ഒരു കുന്തവും അറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണ് ഓർഗനൈസേഴ്സ്, സോ ഐ ജസ്റ്റ് കേം ആൻഡ് ജോയിൻ ദം. ചുമ്മാ എനിക്ക് സെലക്ഷൻ കിട്ടാത്തത്. പിന്നെ നൈസ് ടീഷർട്ട്. താങ്ക്സ്. നൈസ് ചുരിദാർ. താങ്ക്സ്. കഷ്ടം. Ma'am. Sir, sugarless. താങ്ക്സ്. ഓ, ഫിറ്റ്നസ് ഫ്രീക്ക്. ഷുഗർലെസ് അല്ലേ? അങ്ങനെ ഒരു ഫിറ്റ്നസ് ഫ്രീക്ക് ഒന്നുമല്ല, പക്ഷെ ഇടയ്ക്ക് ഒരു എക്സസൈസ്, അത്രേ ഉള്ളൂ. ഓ, അപ്പൊ ഈ ചേച്ചിക്ക് മസിൽ ഇഷ്ടമല്ലാത്തോണ്ടാണല്ലേ ചേട്ടൻ ഇപ്പൊ എക്സസൈസ് ചെയ്തത്. ഏയ് ഒന്നുമില്ല. But you look good like this. ആണോ? ചേച്ചി എനിക്കൊരു ലേശ് മേടിച്ചു തരുമോ? പിന്നെന്താ? ദിയ വേണ്ട, ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഓക്കെ. എന്താണ്? ചേച്ചി ഒരു ഫോട്ടോ എടുത്താലോ? ആ, എടുക്കാലോ. സെൽഫി എടുക്കാം. Yeah, sure. Come. യാ.
യാ മതിയോ? താങ്ക്സ്. അപ്പൊ ശരി ടോം, കാണാം. സീ യു. പോലെ ചേച്ചി നമ്പറോ സെൽഫി സെൻഡ് ചെയ്ത് തരാം. 996110000 110 ഇതിൽ ബാലൻസ് ഇല്ലല്ലോ. നോക്കട്ടെ. ഈ നമ്പർ എടുത്തോ. 9747000053. ഓക്കെ, ബൈ. ബൈ. സീ യു. ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടിയിട്ട് അവളെ വിളിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണ ലോകത്തിലെ ഫസ്റ്റ് മലയാളി അത് നീ ആയിരിക്കും. യു ആർ സച്ച് എ ലൂസർ മാൻ. പറഞ്ഞോണ്ടൊന്നും വിചാരിക്കരുത്. ഫുൾ ഓഫ് ഇന്ത്യ. നീ കിടന്ന ഞാൻ വിളിക്കാം. അവിടെ വേണ്ട, ഞാൻ വിളിച്ചോളാം. ഒറ്റക്ക് ഉണ്ടാക്കിയോ മതി. എടാ എങ്ങനെ മാങ്ങാത്തുലി, നീ ഒരു ഹലോ എന്ന് പറഞ്ഞ ഇങ്ങോട്ട് തുടങ്ങ്. ആ ഹലോ Come on, baby. ഹലോ 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 ഹലോ. To have dialed an incorrect number. യു സിം ടു Check the signal and call back. എന്തുറ്റി? എടാ ഇങ്ങനൊരു നമ്പർ ഇല്ലെന്ന്. നമ്പർ ഇല്ലെന്നാ? നമ്പർ ഇല്ലാണ്ടിരിക്കും. ഇതായിരുന്നല്ലോ. കാട്ടെ നോക്ക്. എടുത്ത് 9 കൊല്ലുള്ളൂ. പിശാച് പറ്റിച്ച. അപ്പൊ നീ ഇതുവരെ അടിച്ചേക്കണ മെസ്സേജ് ഒന്നും അവക്ക് പോയിട്ടില്ല. ശ്ശേ. എടാ ഒരു കാര്യം ചെയ്യുമ്പോ അത് നല്ല വൃത്തിയോട് കൂടി ചെയ്യണം. ഇത് വെറുതെ 9 ഒക്കെ ഫോൺ നമ്പർ പിടിച്ചുകൊടുത്തേക്കണേ ശാപം. പക്ഷെ നമ്പർ ഇത് തന്നെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വഴിയുണ്ട്. സാഹചര്യത്തിന്റെ തെളിവുകൾ വെച്ചിട്ട് നമുക്ക് അവസാനത്തക്കൊരിക്കും മിസ്സായിക്കണം. നമുക്കതിലൊരു ലസാഗുസാഗി കളി ചോദിക്കല. എന്ത് ഒത്താ ഒത്ത്. എങ്ങനെ? നീ ഫോൺ കിടന്നേ, നമുക്കൊരു ഒന്നി പിടിക്കാം. ഷാഫി, ഷാഫ് ചേട്ടാ, സ്ഥലത്ത് എവിടാ? തമനം. അയ്യോ സോറി, മാറിപ്പോയി. ഓ നമുക്കിനി ടൂടാ സെറ്റായിരിക്കും. ഹലോ. ഹലോ ഹലോ, ഇത് ദിയുടെ നമ്പർ അല്ലേ? ആണെങ്കിൽ ഇത് ദിയ അല്ലേ? തീയല്ല, ചേട്ടനതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ അയ്യോ വിളിച്ചോ. ചേച്ചി, കൂട്ടുകാരൻ കൂടെ പിന്നെ വിളിക്കട്ടാ. ഇതല്ല മറ്റേ ടീം. നീ തന്നെ നടപടിയാത്ത കേസാ. അയ്യോ ഇത് സാധാരണ വർക്കൗട്ട് വേണ്ട. ഇനി അങ്ങനെ ആണെങ്കിലും ഈ പാതിരാത്രിക്ക് വിളിക്കാന്ന് പറഞ്ഞാ മോശല്ലടാ. അയ്യേ നമ്മ ആമ്പിളേരെ വിചാരിക്കാൻ പാടില്ല. വേണ്ട. എന്ത് മൈൻഡ് നിന്റെയൊക്കെ. എന്തായാലും ചേച്ചിയുടെ നമ്പർ കളഞ്ഞോ. I'm still waiting for the picture. I'm still waiting for the picture. അവളെനിക്ക് മെസ്സേജ് അയച്ചു. നോക്ക്. I am still waiting for the picture. കടാ, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് നമ്പറാണ് മാറിപ്പോയിക്കുന്നത്. ഏതാണ് നോക്കട്ടെ? 0. 0 നമ്പർ. ഞാനിതൊരു ഒന്നാണ് ചോദിച്ചിരിക്കണത്. കറക്റ്റാണ്. 0 1 2 3 0 soon. Coming soon. റിപ്ലൈ കൊടുത്തോ? Jerry is so cute. Oh, Jerry is so cute. ജെറി സോ ക്യൂട്ട്. നീ എന്റെ നീ അടിക്ക്. അണ്ട് മറ്റേ നല്ല സ്മൈലി ഇല്ലേ അത് കിട്ടു. വർക്കൗട്ടാണ്. എൻ്റെ അനിയൻ. ഓക്കെയാണ്, സെറ്റാണ്. വരും വരും വരും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, മറ്റേ ഈ നല്ല സ്മൈലി ഇല്ലേ അതും കിട്ടും. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ടോക്സ് അല്ലേ? നിനക്ക് എന്താ കാര്യം? എടുത്ത് ഓക്കെ നീ പോടാ. എടുത്ത് ശരിക്കും ഓക്കെ എടുത്ത് ഓക്കെ. വെറുതെ Going to sleep. What പരിപാടി? പെയിന്റിംഗ് കോമ്പറ്റീഷൻ? ഡോഗ് ഷോ?
കാറ്റ് ഷോ. എൻഗേജ്മെന്റ്. എടാ അവിടെ എൻഗേജ്മെന്റ് ആണെന്ന് അടിയിട്ടല്ലേ. ഓ പറയാൻ പാടില്ലായിരുന്നു. മോശമായി പോയി. യു ഡിൻ ടെൽ മീ. നീ ആത്മഹത്യയോ? നീ ഒരു കാര്യം ചെയ്യ്, വിശപ്പെടുത്തോ അപേക്ഷമൊക്കെ പോട്ടെ. 100 ml 32 കാലറീസ്. അപ്പോൾ ഒരു കുപ്പിയിൽ 208 കാലറീസ്. ഓ വെറുതെ നിന്നെ പോലത്തെ കള്ളുടിക്കാത്തവർക്ക് പെണ്ണ് കിട്ടത് പടാ തേണ്ടി. നമ്മുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. എടാ നമ്മൾ ജസ്റ്റ് അവളെ കണ്ട് വിഷ് ചെയ്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരും കേട്ടാ. നീ കൂടുതൽ പരാക്രമം ഒന്നും കാണിക്കാൻ പോലും, മനസ്സിലായല്ല? അല്ല പോത്തു ഇങ്ങനത്തെ കേസുകളിലൊക്കെ കൂട്ടുകാർക്കായിരിക്കുമല്ലോ അടിപൊളി കിട്ടുന്നത്. എടാ ഫുഡ് ഇവിടെ ഇരിക്കും വീട്ടിലായിരിക്കും മിണ്ടായിടാ. പുതുശ്ശേരി ജോസഫ് ആന്റണിയുടെയും തെരേസയുടെയും മകൻ വിക്ടർ ജോസഫിനെ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. പോയി. പ്ലാങ്കയിൽ ഗിയോർഗീസിന്റെയും അന്നമ്മയുടെയും മകൾ പ്രിയയെ എടാ പ്രിയ എന്നല്ല പറഞ്ഞു. ദിയ. പുതുശ്ശേരി ജോസഫ് ആന്റണിയുടെ മകൻ വിക്ടർ ജോസഫും പ്ലാങ്കയിൽ ഗിയോർഗീസിന്റെ മകൾ പ്രിയയും വിവാഹം കഴിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഉണ്ട്, എനിക്ക് എതിർപ്പുണ്ട്. ഡൂളിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പെണ്ണ് പെണ്ണ അതവളല്ല. ആ കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പ്രണയത്തിലാണ്. ലോകത്തിൽ ഒരു ശക്തിക്ക് ഞങ്ങളെ വേർപിരിക്കാനാവില്ല. മതങ്ങളുടെയും സദാചാരത്തിന്റെയും കെട്ടുമാറാപ്പുകൾ പൊട്ടിച്ചെറിഞ്ഞ് പച്ചപ്പുൽമേടുകൾ മാത്രം നിറഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് ചേക്കേറി വാഴാ. നീ എന്റെ കൂടെ വരൂ കൂട്ടുകാരാ. ഇത് ഫ്രാൻസിസ് പുണ്യാളുടെ ബസിലിക്ക പള്ളിയല്ലേ? ഇത് ചേന്നൂർ സെന്റ് ആനീസ് പള്ളിയാണ്. പള്ളി മാറിപ്പോയി. പള്ളി ആണും മാറിപ്പോയി. കാര്യം നടക്കട്ടെ. പിടിക്കടാ. സ്വബോധമുള്ള ആർക്കെങ്കിലും ഈ വിവാഹത്തിന് എതിർപ്പുണ്ടോ? ഹായ്. ഹായ്. പേടിച്ചു പോയി. ഭ്രാന്തനായിരുന്നല്ലേ? എന്താ ചിരിക്കുന്നേ? ഏയ് അല്ല, ഞാൻ വിചാരിച്ചു ദിയയുടെ എൻഗേജ്മെന്റ് ആണെന്ന്. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിന്? ചുമ്മാ. ഹായ്. ഹലോ. തന്റെ മനസ്സമ്മതത്തിന് ഇങ്ങനെ വല്ല ഭ്രാന്തന്മാരും കയറി വരും.
ഇതുവരെ അങ്ങനെ ഭ്രാന്തന്മാരാരുമില്ല. ഇനി വരുമോന്നറിയില്ല. കൺകളിലായിരം കനവുകൾ തെളിയവേ മൊഴികളിലായി ചൊല്ലുമോ പതിയെ നീ ചെന്താമരച്ചുണ്ടിൽ വിരിയും നല്ലോമൽ ചിരിയിൽ ഞാൻ അറിയുകയായിത പറയാത്തൊരി പ്രണയം. കൺകളിലായിരം കനവുകൾ തെളിയവേ മൊഴികളിലായി ചൊല്ലുമോ പതിയെ നീ. നെഞ്ചിനുള്ളിൽ നിന്റെ രൂപം മണിമഞ്ഞു തുള്ളിയാൽ നാണം തൂവും ഈ മൗനം പോലും ഒരു മധുര സംഗീതമായി. അഴകോടൊരുങ്ങിവാ മഴ പോലെ എന്നിലെ നിറമാർന്നു നിന്ന നിലവുകളിൽ വിലോലം നീ പയ്യെ പെയ്യാമോ. ചെന്താമരച്ചുണ്ടിൽ വിരിയും നല്ലോമൽ ചിരിയിൽ ഞാൻ അറിയുകയായിത പറയാത്തൊരി പ്രണയം. എന്നും മുന്നിൽ നിന്നെ കാണാൻ അലയുന്ന തെന്നൽ ഞാൻ കാതിൽ കൊഞ്ചി